സന്ദീപ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൃതി അവനെയും കാത്ത് മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് കാത്തു നിന്നിരുന്നു. ഹലോ സന്ദീപ്, ഞാൻ നിങ്ങളെയും കാത്തു നിൽക്കുവാണ്. എന്താ കൃതിക? എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഓ, പറഞ്ഞോളൂ. അതിവിടെ വെച്ച് വേണ്ട, ഞാൻ ചിൽഡ്രൻസ് പാർക്കിൽ വെയിറ്റ് ചെയ്യാം. താൻ അങ്ങോട്ട് വന്നാൽ മതി. കൃതി അവളുടെ വണ്ടിയും എടുത്തു പോയി. അവരുടെ പിറകെ തന്നെ സന്ദീപും ഇറങ്ങി. ചിൽഡ്രൻസ് പാർക്കിലെ സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് സന്ദീപ് കൃതിയോട് ചോദിച്ചു, എന്താ തനിക്ക് പറയാനുള്ളത്? ഇന്നലെ സ്റ്റോർ റൂമിലുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് കേട്ട് സന്ദീപ് ഉമിനീരിറക്കി. കൃതിക ദയവ് ചെയ്തത് ആരോടും പറയരുത്, എൻ്റെ ജോലി പോകും. അത് കേട്ട് കൃതി പൊട്ടിച്ചിരിച്ചു. എടോ, ഞാനിതാരോടും പറയില്ല. താനായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. സന്ദീപ് കൃതിയെ സംശയത്തോടെ നോക്കി. താൻ പേടിക്കേണ്ട, ഞാൻ സന്ദീപിൻ്റെ ശത്രുവല്ല, മിത്രമാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ. കൃതി പല്ലിഞ്ഞരിച്ചു. ആ ദേവനന്ദ, അവളാണ് എൻ്റെ ശത്രു. ആദിസാറിനെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവളാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ചത്. അവളെ ആദിസാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് സന്ദീപനെ സഹായിക്കണം. അവൾ തന്നെ തല്ലിയില്ലേ, തനിക്കതിനു പകരം ചോദിക്കണ്ടേ? നമ്മൾ ഒരുമിച്ച് നിന്ന അവൾ ഈ കമ്പനിയിൽ നിന്നും ആദിസാറിൻ്റെ ജീവിതത്തിൽ നിന്നും തുരത്താം. പ്ലീസ് കൃതിക, എനിക്ക് ആരോടും പകരം ചോദിക്കേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. സന്ദീപ് അവിടെ നിന്നും എഴുന്നേറ്റു നടന്നു. സന്ദീപ് പ്ലീസ്, നീ അവളെ മോഹിച്ചതല്ലേ? നിനക്ക് അവളെ സ്വന്തമാക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തന്നാലോ? അത് കേട്ട് സന്ദീപ് നിന്ന് കൃതികയെ തിരിഞ്ഞു നോക്കി. ഈ കൃതി ഒരു വാക്ക് പറഞ്ഞത് നടത്തിയിരിക്കും. സന്ദീപിനെ എന്നെ വിശ്വസിക്കാം. സന്ദീപിൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു. കൃതിക, സത്യത്തിൽ താനിത് ചെയ്യുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയല്ല എന്ന് എനിക്കറിയാം. എന്നെയും ദേവനന്ദ മേഡത്തിനെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ആദിസാറ് കാണണം. അപ്പോൾ ആദിസാർ മേഡത്തിനെ ഉപേക്ഷിക്കും. ആ ഗ്യാപ്പിൽ കൂടി തനിക്ക് ആ സ്ഥാനത്ത് കയറണം. അതല്ലേ കൃതിക ഉദ്ദേശിക്കുന്നത്? ഞാൻ ചെയ്യുന്ന ഉപകാരത്തിന് താൻ എന്ത് തിരിച്ചു ചെയ്യും? നിനക്ക് ദേവനന്ദയെ സ്വന്തമാക്കാമല്ലോ. അത് പോരെ? അത് പോരല്ലോ. സന്ദീപ് കണ്ണുകൾ കൊണ്ട് കൃതികയുടെ ശരീരം ആകമാനം ഒഴിഞ്ഞു. അവനൊരു വഷളം ചിരിയോടെ കൃതികയെ നോക്കി. നീ ഉദ്ദേശിച്ചത് മനസ്സിലായി, നമുക്ക് വഴിയുണ്ടാക്കാം. കൃതിക വശ്യതയോട് അവനെ നോക്കി പറഞ്ഞു. സന്ദീപ് മനസ്സിൽ പറഞ്ഞു, ഒരു വെടിക്ക് രണ്ടു പക്ഷി. സന്ദീപും കൃതികയും നന്ദുവിനെ കൊടുക്കാനുള്ള സന്ദർഭത്തിനായി കാത്തിരുന്നു. ആദിയെ സ്വന്തമാക്കാനുള്ള വികൃതയിൽ കൃതി സന്ദീപിന് തന്നെ സമർപ്പിച്ചു. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ മറ്റ് സ്ഥലങ്ങളിൽ വെച്ചാണ് കണ്ടുമുട്ടിയിരുന്നത്. അങ്ങനെയിരിക്കെ അവർക്കൊരവസരം വീണു കിട്ടി. ഒരു പുതിയ കമ്പനിയുടെ ടെൻഡർ മംഗലശ്ശേരി ഗ്രൂപ്പിന് കിട്ടി. അതിൻ്റെ സന്തോഷം പങ്കിടാൻ ആദ്യ സ്റ്റാഫുകൾക്കെല്ലാം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ഒരു റിസോർട്ടിലാണ് പാർട്ടി ഒരുക്കിയിരുന്നത്. പാർട്ടിയിൽ ഫുഡും ഡ്രിങ്ക്സും ഡാൻസും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം MD എന്ന പദവി മാറ്റിവെച്ച് അവരുടെ കൂടെ എൻജോയ് ചെയ്തു. നന്ദു ഒരു വൈറ്റ് കളർ പാർട്ടി വെയർ സാരിയാണ് ഉടുത്തിരുന്നത്. ആ സാരിയിൽ അവളൊന്ന് കൂടെ സുന്ദരിയായി തോന്നി. നന്ദു അവിടെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. ശ്രുതി അവളെ ഡാൻസ് ചെയ്യാൻ വിളിച്ചെങ്കിലും അവൾ പോയില്ല. അപ്പോഴാണ് കൃതി 2 കൈകളും കൂൾ ഡ്രിങ്ക്സുമായി നന്ദുവിനടുത്തേക്ക് വന്നത്. എന്താണ് മേഡം ഒറ്റയ്ക്കിരിക്കുന്നത്? ഡാൻസ് ചെയ്യാൻ പോകുന്നില്ലേ? എനിക്കെന്തോ ഒരു സുഖം തോന്നുന്നില്ല. നന്ദു ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു. എന്നാൽ മേഡം ഈ കൂൾ ഡ്രിങ്ക്സ് കുടിക്കൂ. എനിക്ക് വേണ്ട. അതെന്താ, മേഡത്തിന് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? അവൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. എങ്കിലിത് കുടിക്കും മേഡം. എന്നാലേ മേഡത്തിന് എന്നോട് ദേഷ്യം മാറിയെന്ന് ഞാൻ വിശ്വസിക്കൂ. കൃതി കുറേ നിർബന്ധിച്ചപ്പോൾ നന്ദു അത് വാങ്ങി കുടിച്ചു. കൃതി അവിടെ നിന്നും എഴുന്നേറ്റ് സന്ദീപിനടുത്ത് ചെന്ന് തംസപ്പ് കാണിച്ചു. അതുകൊണ്ട് സന്ദീപിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വികസിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നന്ദുവിന് തലപെരുക്കുന്നത് പോലെ തോന്നി. മുന്നിലുള്ള വസ്തുക്കൾ ഓടിക്കളിക്കുന്നത് പോലെ. കാഴ്ച മറയാൻ തുടങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റ് മുഖം കഴുകാനായി വാഷ്റൂമിനടുത്തേക്ക് നടന്നു. നടക്കുമ്പോൾ വേച്ചു പോയതിനാൽ അവൾ അവിടെയുള്ള മതിലിൽ ചാരി നിന്നു. പെട്ടെന്നാണ് 2 കൈകൾ അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ച് അടുത്ത മുറിയിലേക്ക് വലിച്ചിട്ടത്. നന്ദുവിനെ കൈയും കാലുമൊക്കെ കുഴയുന്നുണ്ടെങ്കിലും അവൾ കുതറാൻ ശ്രമിച്ചു. സന്ദീപ് നന്ദുവിനെ എടുത്ത് അവിടെയുള്ള ബെഡിലേക്കിട്ടു. അർദ്ധബോധാവസ്ഥയിൽ സന്ദീപിൻ്റെ മുഖം കണ്ട് നന്ദു ഒന്ന് ഞെട്ടി. സന്ദീപ്, നീ?
അപ്പോഴേക്കും സന്ദീപ് അവൻ്റെ ഷർട്ട് ഊരി മാറ്റിയിട്ട് ബെഡിലേക്ക് കയറി. അവൻ നന്ദുവിൻ്റെ മേലേക്ക് അമർന്നു. നന്ദു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം കൃതി ആദിയുടെ അടുക്കലും ചെന്നു. സർ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ആ സന്ദീപ് അവനാള് ശരിയല്ല. അവനൊരു പെണ്ണുപിടിയനാ. അന്നൊരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പം ഞാൻ വാഷ്റൂമിൽ പോയി വരുമ്പോൾ അവൻ അതിനടുത്തൊരു റൂമിലേക്ക് കയറി പോകുന്നതും കണ്ടു. കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാം. സാറൊന്ന് പോയി നോക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് ദോഷം ചെയ്യും. ഇവനെയൊക്കെ കൈയോടെ പിടിച്ചു പുറത്തു കളയുകയാണ് വേണ്ടത്. ആദിയുടെ മുഖം വരിഞ്ഞു മുറുകി. ഏതാ റൂം? വരൂ സർ, ഞാൻ കാണിച്ചു തരാം. ആദ്യ റൂമിൻ്റെ വാതിൽ പിടിച്ച് തള്ളിയപ്പോഴേക്കും അത് തുറന്നു വന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. സന്ദീപ് നന്ദുവിനെ മുകളിൽ കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ചുംബിക്കാനായി മുഖം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദു ബലം പ്രയോഗിച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡാ! ആദ്യ അലറിക്കൊണ്ട് ഓടി വന്ന് സന്ദീപിൻ്റെ മേലൊരു ചവിട്ട് കൊടുത്തു. ചവിട്ടുകൊണ്ട് സന്ദീപ് നിലത്തേക്ക് തെറിച്ചു വീണു. ആദ്യ നന്ദുവിനെ നോക്കിയപ്പോൾ സന്ദീപുമായുള്ള പിടിവലിക്കിടയിൽ അവളുടെ മാറിൽ നിന്ന് സാരി മാറി കിടന്നിരുന്നു. ആദ്യ വേഗം തന്നെ അവളുടെ സാരി ശരിയാക്കി കൊടുത്തു. ആദിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് നന്ദുവിൻ്റെ ബോധം മറഞ്ഞു. നന്ദു! ആദ്യ അവളെ തട്ടി വിളിച്ചുവെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. ആദ്യ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിലത്ത് വീണു കിടന്ന സന്ദീപിനെ പൊക്കിയെടുത്ത് മതിലിൽ ചേർത്തു. നീ എന്താണ് അവൾക്ക് കൊടുത്തത്? പൊന്ന മോനെ, അന്ന് നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ? എന്നിട്ടും നിനക്ക് അവളുടെ നേർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കും. പിന്നെ 15 മിനിറ്റോളം സന്ദീപിൻ്റെ കരച്ചിൽ മുഴങ്ങിക്കേട്ടു. ആദ്യ കലി തീരും വരെ അവനെ അടിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ട് വിറച്ചു നിന്ന കൃതി അവരുടെ ഇടയിൽ കയറി പറഞ്ഞു. ഇനി അവനൊന്നും ചെയ്യേണ്ട സർ, അവൻ മരിച്ചു പോകും. ആദ്യം അത് കേട്ട് സന്ദീപിനെ തള്ളി നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് കൃതിയോടായി പറഞ്ഞു, ഇവിടെ നടന്നൊന്നും പുറത്താരും അറിയരുത്. കൃതി അത് കേട്ട് തലയാട്ടി സമ്മതിച്ചു. ആദ്യ കട്ടിൽ നിന്ന് നന്ദുവിനെ പൊക്കിയെടുത്ത് റൂമിന് വെളിയിലേക്ക് നടന്നു. റിസോർട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തുകൂടി പുറത്തേക്ക് കടന്ന് അവൻ അവിടെ കിടന്ന് തൻ്റെ കാലിനുള്ളിലേക്ക് നന്ദുവിനെ കിടത്തി. വാഴിയെ ചേമ്പുന്നണ്ട് പോലെയുള്ള അവളുടെ കിടത്തം കണ്ട് ആദിക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. സന്ദീപിനൊന്നുകൂടി കൊടുക്കാൻ അവൻ്റെ കൈകൾ ധരിച്ചു. അവൻ വീണ്ടും റിസോർട്ടിനുള്ളിലേക്ക് കയറി സന്ദീപുള്ള റൂമിനടുത്തേക്ക് പോയി. അപ്പോഴാണ് സന്ദീപും കൃതിയെയും തമ്മിലുള്ള സംസാരം ആദി കേട്ടത്. നിന്നോട് ഞാനെന്താ പറഞ്ഞത്? അവളുടെ സാരി അഴിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആദി സാർ ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുമായിരുന്നു. ഇതിപ്പോൾ സാറിന് മനസ്സിലായി അവളെ നീ ട്രാപ്പ് ചെയ്തതാണെന്ന്. നീ എന്തിനെന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ക്ലോറോഫോം മണപ്പിക്കാമെന്ന്. അപ്പം നീ പറഞ്ഞു വെള്ളത്തിൽ ഉറക്കുകുളിയെ ചേർത്ത് കൊടുത്താൽ മതിയാന്ന്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരുന്നുവെങ്കിൽ അവൾ പെട്ടെന്ന് മയങ്ങിപ്പോയേനെ. അതുമല്ല, നിന്നോട് ആരെ ഇത്ര പെട്ടെന്ന് ആദി സാറിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ ഒരുവിധം അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് വന്നത്. സന്ദീപ് പല്ല് ഞെരിച്ചുകൊണ്ട് കൃതികയോട് നോക്കി പറഞ്ഞു. കൃതി വിഷമത്തോട് മറുപടി പറഞ്ഞു. നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടത്. നീ പേടിക്കണ്ട. ഇപ്പോൾ ആദി സാറിൻ്റെ മുൻപിൽ ഞാൻ മാത്രമാണ് കുറ്റക്കാരൻ. നീ വിചാരിച്ച ഇനിയും അവസരങ്ങൾ വരും. അടുത്ത പ്രാവശ്യം അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് കേട്ട് കൃതികയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി മാഞ്ഞു. നടക്കാൻ പാടുപെടുന്ന സന്ദീപിനെ കൃതി താങ്ങി പിടിച്ചു. ഡോറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ രണ്ടുപേരും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിവിറച്ചു. ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ ആദ്യം ഇറുക്കെ അടച്ചു. കൃതി പേടിച്ച് സന്ദീപിന് പുറകിലായി മറഞ്ഞു നിന്നു. ആദ്യം അവർക്കടുത്തേക്ക് വന്ന് കൃതിയെ വലിച്ച് മുന്നിലേക്ക് നിർത്തി അവളുടെ കരണം പുകച്ചൊരടി കൊടുത്തു. നിനക്ക് എങ്ങനെ തോന്നിയടി എൻ്റെ നന്ദുവിനോട് ഇങ്ങനെ ചെയ്യാൻ? നീയും ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില നിനക്കറിയില്ലേ? അതെങ്ങനെയാ? നിന്നെ പോലുള്ളവർക്കെല്ലാം നാണവും മാനവൊന്നും ഉണ്ടാവില്ലല്ലോ. ആദികൃതിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. നിനക്കെന്നെ വേണമല്ലടി പുന്നാര മോളെ. കൃതി വേദന കൊണ്ട് പുളഞ്ഞു. അവളുടെ കവളിൽ നിന്ന് കൈവിട്ടുകൊണ്ട് പറഞ്ഞു, നീയൊരു പെണ്ണായി പോയി. അതിനും കൂടി ദേ ഇവന് കൊടുത്തേക്കാം. അത് പറഞ്ഞു തീർന്നതും സന്ദീപിന് ചെവിക്കല്ല് പൊട്ടുന്ന രീതിയിൽ ഒരു അടി കൊണ്ടു. അവൻ അലറിക്കരഞ്ഞു. ഇന്നത്തോടെ നിങ്ങളുടെ ഈ കമ്പനിയിലെ ജോലി തീർന്നു.
നാളെ രാവിലെ ഓഫീസിൽ വന്നാൽ നിങ്ങൾക്കുള്ള രാജിക്കത്ത് തരാം. ആദിയുടെ കാർ നന്ദുവിനെയും കൊണ്ട് റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ നടന്നെങ്കിലും മറ്റാരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ആദി പ്രശ്നങ്ങൾ തീർത്തത്. ആദിയുടെ കാർ ചെന്ന് നിന്നത് റിസോർട്ടിനടുത്ത് തന്നെയുള്ളൊരു 5 സ്റ്റാർ ഹോട്ടലിന് മുന്നിലാണ്. ആദി അവിടെ ഒരു റൂം എടുത്തു. നന്ദുവിനെ റൂമിലുള്ള ബെഡിൽ കൊണ്ടുപോയി കിടത്തി. ഫ്രഷായി വന്നതിന് ശേഷം അവൻ അമ്മയെ വിളിച്ചു. ഇന്ന് വരില്ലെന്നും ഒരു ഫ്രണ്ട് ക്ഷണിച്ചിട്ട് ഇന്ന് അവരുടെ വീട്ടിൽ തങ്ങുകയാണെന്നും പറഞ്ഞു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ നന്ദുവിന് അരികിലായി വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് ആദി തന്നെയാണ്. അവൻ നോക്കിയപ്പോൾ നന്ദു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് ആദി വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. അവളുടെ കാലിന് താഴെയായി കിടന്നിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചിട്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. തിരിച്ചിറങ്ങിയപ്പോൾ നന്ദു കട്ടിലിൽ എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. ആദിയെ കണ്ടവൾ ചോദിച്ചു, നമ്മളെന്താ ഇവിടെ? ഇന്നലെ എന്താ സംഭവിച്ചത്? ആ സന്ദീപ് എന്നെ എന്താ ചെയ്തത്? എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയേ. ആദിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. ആദി ഷർട്ടിൽ നിന്ന് അവളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന ഭയം എന്താണെന്ന് അവന് മനസ്സിലായി. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ ഞാൻ അവിടെ എത്തിയിരുന്നു. അവനുള്ളത് ഇന്നലെ തന്നെ ഞാൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, സന്ദീപ് ഒറ്റയ്ക്കല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കൃതികയും അവൻ്റെ കൂട്ടാളിയായി ഉണ്ടായിരുന്നു. അവരുടെ പ്ലാനിങ് ആയിരുന്നു ഇതെല്ലാം. നന്ദു ഞെട്ടലോടെ ഓർത്തു. ശരിയാണ്, ഇന്നലെ പാർട്ടിക്കിടയിൽ കൃതിക തന്നെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷമാണ് തനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നിയത്. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയെല്ലാം ചെയ്യാം? അവളും ഒരു പെണ്ണ് തന്നെയല്ലേ? നന്ദുവിൻ്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. തനിക്ക് ഇന്നലെ ബോധം പോയി താൻ ഹോട്ടലിൽ കൊണ്ടുവന്നത് ഈ സിറ്റുവേഷൻ തറവാട്ടിലേക്ക് പോകണ്ടെന്ന് തോന്നി. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്നാണ്. ഞാനും താനുമല്ലാതെ വേറെ ആരും ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നന്ദു നന്ദിയോടെ ആദിയെ ഒന്ന് നോക്കി. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനോടായി ആദി പറഞ്ഞു, താൻ വേഗം റെഡിയാകും, നമുക്ക് വീട്ടിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് ഓഫീസിലൊന്ന് കയറണം. ഒരത്യാവശ്യ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വരുത്തിക്കാം. അപ്പോഴേക്കും താൻ റെഡിയായി വാ. നന്ദു വേഗം തന്നെ കുളിക്കാൻ കയറി. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ അവിടെ നിന്നും ഇറങ്ങി. ആദിയുടെ കാർ കമ്പനിയുടെ മുന്നിലെത്തി. ആദി വേഗം തന്നെ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ആദിയെയും നന്ദുവിനെയും കണ്ട കൃതിയെയും സന്ദീപും ഭയത്തോടെ മുഖത്തോട് മുഖം നോക്കി. നന്ദു അവരുടെ ക്യാബിനിലേക്ക് കയറാൻ പോയപ്പോൾ ആദി പറഞ്ഞു, രണ്ടുപേരും അവിടെ ഒന്ന് നിന്നേ. എന്നിട്ട് ആദി നന്ദുവിനോടായി പറഞ്ഞു, നന്ദു, പിരിഞ്ഞു പോകുന്ന നമ്മുടെ സ്റ്റാഫുകൾക്ക് നന്ദുവിൻ്റെ വക പാരിതോഷികം വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോ. അതുവരെ ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് നിന്ന് നന്ദു വേഗം ചെന്ന് കൃതിയുടെ മുഖമടച്ചൊന്ന് കൊടുത്തു. നീയൊക്കെ പെൺവർഗത്തിന് തന്നെ ശാപമാണടി, പോയി ചത്തൂടടി നിനക്ക്. പിന്നെ നന്ദു സന്ദീപിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തൻ്റെ മേൽ കൈവച്ച എൻ്റെ കൈ ചീത്തയാവും. ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ കൈവെക്കാൻ ശ്രമിച്ച താൻ ആണാണോ? പെണ്ണിനെ ദുരിതശത്തോടെ നോക്കുമ്പോൾ തനിക്ക് കിട്ടിയതൊക്കെ ഓർമ്മയിൽ വരണം. എന്നാൽ ഇനി സമയം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. കൃതികയും സന്ദീപും നിരാശയോടെ കമ്പനിയുടെ പടിയിലിറങ്ങി. അല്പസമയത്തിനു ശേഷം നന്ദുവും ആദിയും കമ്പനിയിൽ നിന്നിറങ്ങി. ശ്രുതി നന്ദുവിനടുത്തേക്ക് ഓടിച്ചെന്നു. ഇന്നലെ പാർട്ടിക്കിടയിൽ എന്താ പെട്ടെന്ന് പോയി കളഞ്ഞത്? നന്ദു ആദിയെ ഒന്ന് നോക്കിയ ശേഷം ശ്രുതിയോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു തലവേദന പോലെ തോന്നി. അതാണ് ആദിയേട്ടനെയും കൂട്ടി വേഗം ഇറങ്ങിയത്, അവൾ പറഞ്ഞൊപ്പിച്ചു. ശ്രുതി ആദിയെ ഒന്ന് നോക്കി. സാർ എന്താണ് കൃതികയെയും സന്ദീപിനെയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? അവരുടെ രണ്ടുപേരുടെയും വർക്ക് അത്ര പെർഫെക്റ്റായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അവരെ ഞാൻ പിരിച്ചുവിട്ടത്. തൻ്റെ വർക്കും പെർഫെക്റ്റ് അല്ല എന്ന് തോന്നിയ തന്നെയും പിരിച്ചുവിടും. ശ്രുതി അത് കേട്ട് കണ്ണും മിഴിച്ചു. ഉമിനീരിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, വേണ്ട സർ, ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നന്ദുവിനോടായി പറഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ, ഇഷ്ടം പോലെ ജോലിയുണ്ടേ. നന്ദുവിന് അവൾ ഓട്ടം കണ്ട് ചിരി വന്നു. തിരിച്ചുള്ള യാത്രയിൽ ആദ്യ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതിനാൽ നന്ദു അവനെ തന്നെ നോക്കിയിരിക്കുന്നത് ആദി കണ്ടില്ല. ആദിയുടെ അരികിൽ താൻ വളരെ സുരക്ഷിതയാണെന്ന് നന്ദുവിന് തോന്നി.
അന്ന് ആദ്യമായി അവൾക്ക് തൻ്റെ ഭർത്താവിനോട് പ്രണയം ഒട്ടിട്ടു. ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുകെ പിടിച്ചു. ഇടക്കാതെ തന്നെ നോക്കുന്നതായി തോന്നിയതും അവൾ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു.